Good evening to all. Myself Noble Lal. How to build a bigger health coverage. ഇന്ന് 5 ലക്ഷത്തിന്റെ മെഡിക്ലെയിം കവറേജ് ഒരു കുടുംബത്തിന് മതിയാകുമോ? ഒരു വലിയ സർജറി, ICU ട്രീറ്റ്മെന്റ്, ക്യാൻസർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആവശ്യമായി വന്നാൽ ഹോസ്പിറ്റൽ ബിൽ വളരെ ഉയരാം. മെഡിക്കൽ ഇൻഫ്ലേഷൻ കാരണം ഇപ്പോൾ മതിയെന്ന് തോന്നുന്ന കവറേജ് ഭാവിയിൽ അപര്യാപ്തമാകാം. എന്നാൽ വലിയ കവറേജ് നേടാൻ ബേസ് പോളിസിയുടെ സം ഇൻഷുർഡ് മാത്രം വർദ്ധിപ്പിക്കേണ്ടതില്ല. ബേസ് പോളിസിയുടെയും സൂപ്പർ ടോപ്പ് പോളിസിയും ചേർത്ത് കൂടുതൽ സംരക്ഷണം ഒരുക്കാം. ആദ്യം ബേസ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണെന്ന് നോക്കാം. ഹോസ്പിറ്റലേഷൻ ഉണ്ടായാൽ പോളിസി ടേംസ് അനുസരിച്ച് ആദ്യഘട്ട ചികിത്സാ ചെലവുകൾ നൽകുന്ന പ്രധാന മെഡിക്ലെയിം പോളിസി ആണ് ബേസ് പോളിസി. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 5 ലക്ഷത്തിന്റെ ബേസ് പോളിസി ഉണ്ടെന്ന് കരുതുക. അംഗീകരിക്കപ്പെട്ട ഹോസ്പിറ്റൽ ബില്ല് 4 ലക്ഷമാണെങ്കിൽ പോളിസി കണ്ടീഷൻസ് അനുസരിച്ച് അത് ബേസ് പോളിസിയിൽ നിന്നും ലഭിച്ചേക്കാം. ഇനി സൂപ്പർ ടോപ്പ് പോളിസി എന്താണെന്ന് നോക്കാം. ഒരു പോളിസി ഇയറിലെ അംഗീകരിക്കപ്പെട്ട ചികിത്സാ ചെലവുകളുടെ ആകെ തുക നിശ്ചയിച്ചിരിക്കുന്ന ഡിഡക്റ്റുകൾ കടന്നാൽ അധിക കവറേജ് നൽകുന്ന പോളിസിയാണ് സൂപ്പർ ടോപ്പ് അപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, 5 ലക്ഷം ബേസ് പോളിസി, 5 ലക്ഷം ഡിഡക്റ്റബിൾ ഉള്ള 20 ലക്ഷം സൂപ്പർ ടോപ്പ് പോളിസി. ഇവ രണ്ടും നിങ്ങൾക്കുണ്ടെന്ന് കരുതുക. ഒരു പോളിസി ഇയറിൽ അംഗീകരിക്കപ്പെട്ട ഹോസ്പിറ്റൽ എക്സ്പെൻസസ് 12 ലക്ഷമായാൽ ആദ്യത്തെ 5 ലക്ഷം ബേസ് പോളിസിയിൽ നിന്നോ നിങ്ങളുടെ സ്വന്തം പണത്തിൽ നിന്നോ മറ്റ് ഹെൽത്ത് കവറേജിൽ നിന്നോ നിറവേറ്റാം. പോളിസി ടേംസ് അനുസരിച്ച് ഡിഡക്റ്റബിൾ കടന്ന ശേഷമുള്ള എലിജിബിൾ എമൗണ്ട് സൂപ്പർ ടോപ്പ് പോളിസിയിൽ നൽകാം. അതിന്റെ സം ഇൻഷുർഡ് പരിധിവരെ ഇവിടെ ടോപ്പ് പോളിസിയും സൂപ്പർ ടോപ്പ് പോളിസിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. സാധാരണ ടോപ്പ് പോളിസി ഡിഡക്റ്റബിൾ ഓരോ ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിമിനുമായി താരതമ്യം ചെയ്തേക്കാം. സൂപ്പർ ടോപ്പ് പോളിസി ആകട്ടെ ഒരു പോളിസി ഇയറിലെ ഒന്നിലധികം എലിജിബിൾ ക്ലെയിംസിന്റെ ആകെ തുക പരിഗണിച്ചേക്കാം. ഉദാഹരണത്തിന്, ഒരേ വർഷം 3 ലക്ഷത്തിന്റെയും 4 ലക്ഷത്തിന്റെയും 2 ഹോസ്പിറ്റൽ ക്ലെയിംസ് ഉണ്ടായാൽ ഓരോ ക്ലെയിംസും 5 ലക്ഷം ഡിഡക്റ്റബിൾ കിടക്കുന്നില്ല. അതിനാൽ സാധാരണ ടോപ്പ് പ്രവർത്തിക്കണമെന്നില്ല. എന്നാൽ ആകെ എലിജിബിൾ എക്സ്പെൻസസ് 7 ലക്ഷം ആയതിനാൽ പോളിസി കണ്ടീഷൻസ് അനുസരിച്ച് സൂപ്പർ ടോപ്പ് അപ്പ് സഹായിച്ചേക്കാം. അതുകൊണ്ടാണ് പല കുടുംബങ്ങൾക്കും സൂപ്പർ ടോപ്പ് അപ്പ് കൂടുതൽ ഉപയോഗമാകുന്നത്. എന്നാൽ കുറഞ്ഞ പ്രീമിയം മാത്രം കൊണ്ട് സൂപ്പർ ടോപ്പ് അപ്പ് വാങ്ങരുത്. ഈ കാര്യങ്ങൾ പരിശോധിക്കണം. ഡിഡക്റ്റബിൾ എത്രയാണ്? ഇൻഡിവിജ്വൽ ഡിഡക്റ്റബിൾ ആണോ? ഫാമിലി അഗ്രിഗേറ്റഡ് ഡിഡക്റ്റബിൾ ആണോ? പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് എത്രയാണ്? റൂം റെന്റ് ലിമിറ്റ്, കോ പേയ്മെന്റ്, സബ് ലിമിറ്റ്സ് ഉണ്ടോ? ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ലഭ്യമാണോ? ബേസ് പോളിസിയുടെയും സൂപ്പർ ടോപ്പ് പോളിസിയുടെയും പോളിസി ഇയർ ഒരേ സമയക്രമത്തിലാണോ? ഒരേ ഇൻഷുറിൽ നിന്നും രണ്ടും എടുക്കുന്നത് ക്ലെയിം കോർഡിനേഷൻ എളുപ്പമാക്കാം. എന്നാൽ അത് നിർബന്ധമല്ല. വ്യത്യസ്ത ഇൻഷുറേഴ്സ് ആണെങ്കിൽ ഡോക്യുമെന്റ്സ്, ക്ലെയിം സെറ്റിൽമെന്റ്, ഡിഡക്റ്റബിൾ പ്രൂഫ് എന്നിവ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. എംപ്ലോയർ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർക്കും സൂപ്പർ ടോപ്പ് അപ്പ് പരിഗണിക്കാം. എന്നാൽ ജോലി മാറുകയോ കോർപ്പറേറ്റ് കവറേജ് അവസാനിക്കുകയോ ചെയ്താൽ ഡിഡക്റ്റബിൾ എങ്ങനെ നിറവേറ്റുമെന്ന് മുൻകൂട്ടി ആലോചിക്കണം. ഓർക്കുക, സൂപ്പർ ടോപ്പ് അപ്പ് ഒരു ബേസ് പോളിസിയുടെ പകരക്കാരനല്ല. വലിയ ഹോസ്പിറ്റൽ ബിൽസ് നേടുന്നതിനുള്ള അധിക സാമ്പത്തിക സുരക്ഷയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രായം, ആരോഗ്യസ്ഥിതി, താമസിക്കുന്ന നഗരം, നിലവിലുള്ള കവറേജ്, മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്നിവ പരിഗണിച്ചാണ് ശരിയായ ബേസ് പോളിസിയും സൂപ്പർ ടോപ്പ് പോളിസിയും തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ കവറേജ് സ്ട്രക്ചർ കണക്കാക്കാൻ സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക. ഞാൻ നോബിൾ ലാൽ, നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്ട്രാറ്റജിസ്റ്റ്. My phone number is 9496208825. Thank you very much.